തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഈ വീഡിയോ. അയൽക്കൂട്ട തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വിവരിക്കുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കുടുംബശ്രീ സ്കൂളിലേക്ക് സ്വാഗതം. എന്റെ പേര് ഹേമ. കുടുംബശ്രീയിലെ വിവിധ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് കുടുംബശ്രീ സ്കൂൾ. നമ്മൾ കുടുംബശ്രീ അംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് വിവിധ കാര്യങ്ങൾ പഠിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. 2026 കുടുംബശ്രീ അയൽക്കൂട്ട തെരഞ്ഞെടുപ്പ് സമയമാണല്ലോ. ആദ്യത്തെ വീഡിയോയിൽ അയൽക്കൂട്ട തെരഞ്ഞെടുപ്പിന് മുൻപായി ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് വ്യക്തമാക്കുന്നത്. രണ്ടാമത്തെ വീഡിയോയിൽ അയൽക്കൂട്ട തല തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. ആദ്യ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നത് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നതിന് സഹായിക്കും. അയൽക്കൂട്ട തല തെരഞ്ഞെടുപ്പ് 2026 ജനുവരി 30 ഫെബ്രുവരി 3 ഇടയിൽ അയൽക്കൂട്ടത്തിൽ നടത്തണമെന്നാണല്ലോ തീരുമാനിച്ചിട്ടുള്ളത്. അയൽക്കൂട്ട തല തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. കുടുംബശ്രീ CDS ബൈലോ പ്രകാരം അയൽക്കൂട്ട തലത്തിലെ ഭരണസമിതിയുടെ തിരഞ്ഞെടുപ്പ് നടപടികൾക്ക് മാത്രമായി കൂടുന്ന പ്രത്യേക അയൽക്കൂട്ട യോഗത്തെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം അല്ലെങ്കിൽ പൊതുസഭ അല്ലെങ്കിൽ ജനറൽ ബോഡി എന്നൊക്കെ വിളിക്കാം. ഇത്തരത്തിൽ 2026 ജനുവരി 30 മുതൽ ഫെബ്രുവരി 3 വരെ നടക്കുന്ന അയൽക്കൂട്ട തെരഞ്ഞെടുപ്പിൽ അയൽക്കൂട്ടത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി തിരഞ്ഞെടുക്കപ്പെടുന്ന അധ്യക്ഷയുടെ നേതൃത്വത്തിലാണ് നടത്തേണ്ടത്. ഈ കാര്യം മുൻപത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഇനി അയൽക്കൂട്ട തെരഞ്ഞെടുപ്പ് ദിവസത്തെ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം. അയൽക്കൂട്ട തെരഞ്ഞെടുപ്പ് ദിവസത്തെ പ്രവർത്തനങ്ങൾ പ്രധാനമായും 9 എണ്ണമാണ്. ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ പ്രവർത്തനം എന്നത് അയൽക്കൂട്ട തെരഞ്ഞെടുപ്പ് ദിവസത്തെ പൊതുയോഗ നടപടികൾ അതാത് അയൽക്കൂട്ടത്തിൽ പരിശീലനം നേടിയ തെരഞ്ഞെടുപ്പ് പൊതുയോഗ അധ്യക്ഷയുടെ നേതൃത്വത്തിൽ മുൻകൂട്ടി അയൽക്കൂട്ടത്തിൽ തീരുമാനിച്ച തീയതിയും സമയവും പ്രകാരം ആരംഭിക്കണം. ഇയാൾക്കായിരിക്കും അയൽക്കൂട്ട തെരഞ്ഞെടുപ്പ് ചുമതല. അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗ മിനിറ്റ്സ് രേഖപ്പെടുത്തുന്നതിന് അംഗങ്ങളിൽ നിന്നും ഒരാളെ അധ്യക്ഷ തെരഞ്ഞെടുത്ത് നിയോഗിക്കണം. മിനിറ്റ്സ് വേണമെങ്കിൽ അധ്യക്ഷയ്ക്ക് തന്നെ എഴുതാം. പക്ഷേ അയൽക്കൂട്ട അധ്യക്ഷ ഒരാളെ മിനിറ്റ്സ് എഴുതുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തുന്നത് അയൽക്കൂട്ട തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിന് സഹായകരമായിരിക്കും. അയൽക്കൂട്ട ഇലക്ഷനുള്ള സമയം എന്നത് 2 മണിക്കൂറാണ്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം എന്നത് അയൽക്കൂട്ട തെരഞ്ഞെടുപ്പ് മിനിറ്റ്സ് എഴുതലാണ്. അയൽക്കൂട്ട തെരഞ്ഞെടുപ്പ് മിനിറ്റ്സ് എഴുതുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേട്ടല്ലോ, അയൽക്കൂട്ട തെരഞ്ഞെടുപ്പ് മിനിറ്റ്സ് എഴുതുന്ന വ്യക്തി ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. മിനിറ്റ്സ് എഴുതുന്നതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അധ്യക്ഷയുടെ നിർദ്ദേശാനുസരണം തെരഞ്ഞെടുപ്പ് പൊതുയോഗം എന്ന തലവാചകം മിനിറ്റ്സിൽ രേഖപ്പെടുത്തണം. തൊട്ടു താഴെയായി ഇടതുവശത്ത് യോഗ തീയതി, സമയം, യോഗസ്ഥലം, യോഗ അധ്യക്ഷയുടെ പേര് എന്നിവ കുറിക്കുന്നു. ഇതിനും താഴെയുള്ള വരിയിൽ അജണ്ട എന്നെഴുതി അധ്യക്ഷയുടെ നിർദ്ദേശപ്രകാരമുള്ള 2 അജണ്ടകൾ കുറിക്കുന്നു. അജണ്ട 1 അധ്യക്ഷയുടെ ആമുഖം, അജണ്ട 2 കുടുംബശ്രീ ഭരണസമിതി തിരഞ്ഞെടുപ്പ്. ഹാജർ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ക്രമ നമ്പർ, പേര്, ഒപ്പ് എന്നിവ ഉൾപ്പെടുത്തി പങ്കെടുക്കുന്നവരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുക. അംഗത്വം രജിസ്റ്ററിലെ ക്രമം അനുസരിച്ച് അധ്യക്ഷ ഹാജർ വിളിക്കുന്നു. മിനിറ്റ്സ് എഴുതുന്നയാൾ ഹാജരുള്ളവരുടെ മാത്രം പേരെഴുതി അല്ലെങ്കിൽ എഴുതിച്ച് പേരിനു നേരെ ഒപ്പിടിയിക്കുന്നു. ഇതിനെ തുടർന്ന് യോഗ നടപടികൾ രേഖപ്പെടുത്തണം. അതിനുശേഷം അധ്യക്ഷ സ്വന്തം കൈവശമുള്ളതും മുൻകൂട്ടി പേര് വിവരം രേഖപ്പെടുത്തിയിട്ടുള്ളതുമായ അയൽക്കൂട്ട തെരഞ്ഞെടുപ്പ് നടപടി രേഖയിലും ഹാജരുള്ളവരെ കൊണ്ട് ഒപ്പുവെപ്പിക്കുന്നു. ഇത് ഫോം 3 പ്രകാരമാണ് ചെയ്യേണ്ടത്. ഫോം 3 നമുക്കൊന്ന് പരിശോധിക്കാം.
നാലാമത്തെ പ്രവർത്തനം എന്നത് ഹാജറുള്ള അവസാനത്തെ ആളും ഒപ്പിട്ടു കഴിഞ്ഞാൽ ഉടനെ തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ച ശേഷം വരുന്ന ആരെയും യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ പാടുള്ളതല്ല. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അയൽക്കൂട്ട തെരഞ്ഞെടുപ്പിൽ 2/3 കോറം ഉറപ്പാക്കേണ്ടതുണ്ട്. അയൽക്കൂട്ട തെരഞ്ഞെടുപ്പിൽ ആകെ അംഗങ്ങളിൽ 2/3 പങ്കാളിത്തം തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ ഉണ്ടെന്ന് ഉറപ്പാക്കേണ്ടതാണ്. യോഗത്തിൽ പങ്കെടുക്കേണ്ട അയൽക്കൂട്ട അംഗങ്ങളുടെ ഏറ്റവും കുറഞ്ഞത് ഉണ്ടാകേണ്ട എണ്ണമാണ് കോറം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് 15 പേരുടെ അയൽക്കൂട്ടം ഉണ്ടായാൽ 2/3 ഭാഗം എന്ന് വരുമ്പോൾ 10 പേരാണ് ഉണ്ടാവുക. ഇത്രയും പേരുടെ പങ്കാളിത്തം ഉണ്ടായാൽ മാത്രമേ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുകയുള്ളൂ. കോറം തികയാത്ത പക്ഷം 15 മിനിറ്റ് സമയം കൂടി അനുവദിക്കാവുന്നതാണ്. എന്നിട്ടും മതിയാകാതെ വരുമ്പോൾ കോറം പൂർത്തിയായില്ലെങ്കിൽ പൊതുയോഗം അന്നത്തേക്ക് പിരിച്ചുവിടേണ്ടതും തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും തെരഞ്ഞെടുപ്പ് പൊതുയോഗം ചേർന്ന് ചട്ടപ്രകാരം തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. ഇപ്രകാരം തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും തെരഞ്ഞെടുപ്പ് പൊതുയോഗം ചേർന്ന് തെരഞ്ഞെടുപ്പ് നടത്തുമെന്നുള്ള കൃത്യമായ അറിയിപ്പ് പൊതുയോഗാംഗങ്ങൾക്ക് രേഖാമൂലം നൽകേണ്ടതാണ്. രണ്ടാമത് നടത്തുന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിലും 2/3 കോറം തികയാത്ത സാഹചര്യം ഉണ്ടായാൽ അംഗങ്ങളുടെ ആകെ എണ്ണത്തിന്റെ 1/2 കോറമെങ്കിലും ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്താവുന്നതാണ്. എന്നാൽ അപ്പോഴും 1/2 കോറം തികഞ്ഞിട്ടില്ല എങ്കിൽ തൊട്ടടുത്ത ദിവസത്തേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ടതും ആയതിന്റെ കൃത്യമായ അറിയിപ്പ് പൊതുയോഗ അംഗങ്ങൾക്ക് രേഖാമൂലം നൽകേണ്ടതുമാണ്. ഇപ്രകാരം വീണ്ടും മൂന്നാമതായി വിളിച്ചു ചേർക്കുന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിന്റെ കോറം ഹാജരാകുന്ന അംഗങ്ങളുടെ എണ്ണം ആയിരിക്കുന്നതാണ്. ആ യോഗത്തിൽ വെച്ച് തന്നെ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് നടത്താതെ പൊതുയോഗം പിരിച്ചുവിടുകയാണെങ്കിൽ കോറം തികയാത്തത് കൊണ്ട് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു എന്ന് വ്യക്തമായി എഴുതി കൃത്യമായി മിനിറ്റ്സ് എഴുതി വെക്കണം. കേട്ടല്ലോ? അഞ്ചാമത്തെ പ്രവർത്തനം എന്നത് അയൽക്കൂട്ട അധ്യക്ഷയുടെ ആമുഖ പ്രസംഗമാണ്. ആമുഖ പ്രസംഗത്തിൽ തെരഞ്ഞെടുപ്പ് നടപടികളെ കുറിച്ചും രീതികളെ കുറിച്ചും വിശദീകരിക്കണം. ആമുഖ പ്രസംഗത്തിന്റെ മാതൃക നമുക്കൊന്ന് നോക്കാം. അയൽക്കൂട്ട അധ്യക്ഷയുടെ ആമുഖം. പ്രിയപ്പെട്ട അയൽക്കൂട്ടാംഗങ്ങളെ, ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മൾ കുടുംബശ്രീ അയൽക്കൂട്ടത്തെ അടുത്ത 3 വർഷ കാലയളവിലേക്ക് നയിക്കാനുള്ള 5 അംഗ ഭരണസമിതിയെ തെരഞ്ഞെടുക്കാനാണ്. ഒന്നാമതായി അയൽക്കൂട്ട പ്രസിഡന്റ്, രണ്ടാമതായി സെക്രട്ടറി, മൂന്നാമതായി ഉപജീവന ഉപസമിതി കൺവീനർ, നാലാമതായി സാമൂഹ്യ വികസന ഉപസമിതി കൺവീനർ, അഞ്ചാമതായി അടിസ്ഥാന സൗകര്യ വികസന ഉപസമിതി കൺവീനർ എന്നിവരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. നമ്മുടെ അയൽക്കൂട്ടത്തിൽ ഇവിടെ ആകെ അംഗങ്ങളുടെ എണ്ണം പറയണം. അംഗങ്ങളിൽ ഇവിടെ ആകെ അയൽക്കൂട്ടത്തിലെ ആകെ BPL അംഗങ്ങളുടെ എണ്ണം പറയണം. BPL അംഗങ്ങളും ഇവിടെ ആകെ അയൽക്കൂട്ടത്തിലെ ആകെ ST അംഗങ്ങളുടെ എണ്ണം പറയണം. SC അംഗങ്ങളുമാണ് ഉള്ളത്. 5 അംഗ ഭാരവാഹികളിൽ ഇവിടെ നമ്മൾ കണക്കുകൂട്ടിയെടുത്ത അയൽക്കൂട്ടത്തിലെ BPL പ്രാതിനിധ്യ നമ്പർ പറയണം. BPL അംഗങ്ങളും SC അംഗങ്ങളും ഇവിടെ നമ്മൾ കണക്കെടുത്ത് കൂട്ടി വെച്ചിട്ടുള്ള അയൽക്കൂട്ടത്തിലെ SC പ്രാതിനിധ്യ നമ്പർ പറയണം. ST അംഗങ്ങളും ഇവിടെ നമ്മൾ കണക്കുകൂട്ടി എടുത്ത അയൽക്കൂട്ടത്തിലെ ST പ്രാതിനിധ്യ നമ്പർ പറയണം. ഭാരവാഹികളായി വരേണ്ടതുണ്ട്. ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ 2026 ഫെബ്രുവരി 21-ാം തീയതി 21 വയസ്സ് പൂർത്തിയായിരിക്കണം. അധ്യക്ഷത വഹിക്കുന്ന എനിക്കും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനുള്ള അവകാശമുണ്ട്. ആദ്യമായി പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. 21 വയസ്സുള്ള ഒരു അംഗത്തിന്റെ പേര് ഈ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാം. ഏതൊരു അംഗത്തിനും നിർദ്ദേശിക്കാവുന്നതാണ്. മറ്റൊരു അംഗം ഈ പേരിനെ പിന്താങ്ങണം. സ്ഥാനാർത്ഥിക്ക് സമ്മതമല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം തള്ളിക്കളയാം. ആർക്കും എതിരഭിപ്രായമില്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിയെ പ്രസിഡന്റായി പ്രഖ്യാപിക്കാവുന്നതാണ്.
പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒന്നിലധികം സ്ഥാനാർത്ഥികളുടെ പേര് നിർദ്ദേശിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അംഗങ്ങൾക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേര് വിവരം രേഖപ്പെടുത്തിയ ബാലറ്റ് പേപ്പർ നൽകുന്നതാണ്. ബാലറ്റ് പേപ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെ എക്സ് എന്ന് രേഖപ്പെടുത്തി തരേണ്ടതാണ്. ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച ആളെ പ്രസിഡന്റായി പ്രഖ്യാപിക്കുന്നതാണ്. ഇങ്ങനെ ഓരോ സ്ഥാനത്തേക്കും തെരഞ്ഞെടുപ്പ് നടത്തി 5 അംഗ ഭാരവാഹികളെ തെരഞ്ഞെടുക്കേണ്ടതാണ്. ഇതിൽ പ്രസിഡന്റ്, സെക്രട്ടറി ഒരാൾ നിർബന്ധമായും BPL അംഗമായിരിക്കണം. കൂടാതെ SC/ST പ്രാതിനിധ്യം ഉറപ്പാക്കുകയും വേണം. തെരഞ്ഞെടുത്ത ഭാരവാഹികളുടെ പേര് വിവരം മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തി ഒപ്പിട്ട് സൂക്ഷിക്കേണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കുന്നതിനും തെരഞ്ഞെടുപ്പ് നടപടിക്രമം അവസാനിക്കുന്നതുവരെ നിങ്ങളേവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ആറാമത്തെ പ്രവർത്തനം എന്നത് എന്താണെന്ന് വെച്ചാൽ അയൽക്കൂട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ SC/ST BPL പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. അയൽക്കൂട്ട തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വിവരിക്കുന്ന ആദ്യത്തെ വീഡിയോയിൽ അയൽക്കൂട്ടത്തിലെ അംഗങ്ങളുടെ ശതമാനം അനുസരിച്ച് ഉറപ്പാക്കേണ്ട SC/ST BPL പ്രാതിനിധ്യം എങ്ങനെയാണ് കണക്കാക്കുകയെന്ന് വിശദീകരിക്കുന്നുണ്ട്. അത് നോക്കി ആ കാര്യം മനസ്സിലാക്കണേ. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി SC/ST BPL പ്രാതിനിധ്യം അയൽക്കൂട്ട തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവേണ്ടതാണ് എന്ന് അയൽക്കൂട്ട തെരഞ്ഞെടുപ്പ് അധ്യക്ഷ ഉറപ്പാക്കണം. ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ കൂടി പറയട്ടെ. സേവന സന്നദ്ധരും ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കാൻ തയ്യാറുള്ളവരും വിവിധ യോഗങ്ങളിൽ കൃത്യമായി പങ്കെടുക്കുന്നവരുമായിരിക്കണം കുടുംബശ്രീ ത്രിതല സംഘടന ഭാരവാഹികളായി മത്സരിക്കേണ്ടവർ. ഉത്തരവാദിത്തപ്പെട്ട ഒരു സേവനമാണ് കേട്ടോ കുടുംബശ്രീ ത്രിതല സംഘടന പ്രവർത്തനം എന്നത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുടുംബശ്രീ പൊതു അയൽക്കൂട്ടങ്ങളിൽ അംഗത്വമുള്ളവരും ഭരണാധികാരം ഏൽക്കുന്ന തീയതിയിൽ 21 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവർക്ക് മാത്രമേ കുടുംബശ്രീ ത്രിതല സംഘടനാ സംവിധാനത്തിലെ ഏതൊരു തലത്തിലേക്കും തെരഞ്ഞെടുക്കപ്പെടാൻ അർഹതയുണ്ടായിരിക്കുകയുള്ളൂ. പിന്നെ അയൽക്കൂട്ട പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളിൽ ഒരു സ്ഥാനം നിർബന്ധമായും BPL കുടുംബാംഗത്തിന് വേണ്ടി സംവരണം ചെയ്തിരിക്കണം. പക്ഷേ BPL അംഗ പ്രാതിനിധ്യം ആരുമില്ലാത്ത സാഹചര്യത്തിൽ APL അംഗങ്ങൾക്ക് പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാവുന്നതാണ്. SC/ST വിഭാഗത്തിൽ നിന്നും ആരും തന്നെ BPL ഇല്ലെങ്കിലും ആ വിഭാഗത്തിൽ നിന്ന് ഒരാളെ ഭാരവാഹിയെ തെരഞ്ഞെടുക്കാവുന്നതാണ്. അതുകൂടാതെ അയൽക്കൂട്ടം പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ സ്ഥാനത്തേക്ക് തുടർച്ചയായി 3 തവണ മാത്രമേ തെരഞ്ഞെടുക്കപ്പെടാൻ അർഹതയുണ്ടാവുകയുള്ളൂ. 3 തവണകളായി ഈ സ്ഥാനത്ത് തുടർന്നു വരുന്നവർക്ക് മത്സരിക്കാൻ അർഹതയില്ല. പക്ഷേ മറ്റു വ്യക്തികൾ ആരും അങ്ങനെ തയ്യാറായി വരാത്ത പക്ഷം മാത്രമേ ഈ കാര്യത്തിൽ അയൽക്കൂട്ടത്തിന് ഇളവ് നൽകാം. കേട്ടോ, പരമാവധി മുഴുവൻ അയൽക്കൂട്ട അംഗങ്ങൾക്കും വിവിധ സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാനുള്ള അവസരം അയൽക്കൂട്ടം ഒരുക്കണം. ഏഴാമത്തെ പ്രവർത്തനം എന്നത് അയൽക്കൂട്ട ഭാരവാഹികളുടെ സ്ഥാനത്തേക്ക് പേരുകൾ നിർദ്ദേശിക്കുവാൻ പൊതുയോഗത്തോട് അയൽക്കൂട്ട തെരഞ്ഞെടുപ്പ് അധ്യക്ഷ ആവശ്യപ്പെടണം. ഒരു പേര് ഒരാൾ നിർദ്ദേശിച്ചാൽ നിർദ്ദേശിക്കപ്പെട്ട പേരിന് മറ്റൊരു അയൽക്കൂട്ട അംഗം പിന്താങ്ങുന്നതായി അറിയിക്കണം. നിർദ്ദേശിക്കപ്പെട്ട പേരിന് പിന്താങ്ങൽ ലഭിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ നിർദ്ദേശിക്കപ്പെട്ട സ്ഥാനാർത്ഥി തന്റെ വിസമ്മതം അറിയിച്ചാലും ഇയാളുടെ സ്ഥാനാർത്ഥിത്വം തള്ളിക്കളയണം. ഒരു അയൽക്കൂട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെടേണ്ടത് 5 പേരാണ്. ആദ്യമായി തെരഞ്ഞെടുക്കപ്പെടേണ്ടത് അയൽക്കൂട്ട പ്രസിഡന്റ് ആണ്. അയൽക്കൂട്ട പ്രസിഡന്റ് തന്നെയാണ് തൊഴിലുറപ്പ്, ഗ്രാമസഭ, വാർഡ് സഭ, ഉപസമിതി കൺവീനർ. രണ്ടാമത് തെരഞ്ഞെടുക്കപ്പെടേണ്ടത് അയൽക്കൂട്ട സെക്രട്ടറിയാണ്. അയൽക്കൂട്ട സെക്രട്ടറിയാണ് മൈക്രോ ഫിനാൻസ് ഉപസമിതി കൺവീനർ. മൂന്നാമത് ഉപജീവന ഉപസമിതി കൺവീനർ ആണ്. നാലാമത് സാമൂഹ്യ വികസന ഉപസമിതി കൺവീനർ. അഞ്ചാമത് അടിസ്ഥാന സൗകര്യ വികസന ഉപസമിതി കൺവീനർ ആണ്. ഓരോ സ്ഥാനത്തേക്ക് ഒന്നിൽ കൂടുതൽ വ്യക്തികളുടെ പേര്
നിർദ്ദേശിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ബാലറ്റ് പേപ്പർ വെച്ചുള്ള തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്. ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ബാലറ്റ് പേപ്പർ മാതൃക നമുക്ക് ആദ്യമേ തന്നെ നോക്കാം. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേര് വിവരം രേഖപ്പെടുത്തി ബാലറ്റ് പേപ്പർ അംഗങ്ങൾക്ക് നൽകേണ്ടതും ബാലറ്റ് പേപ്പറിന്റെ പുറകുവശത്ത് അയൽക്കൂട്ടം തെരഞ്ഞെടുപ്പ് അധ്യക്ഷയുടെ പേര് രേഖപ്പെടുത്തേണ്ടതുമാണ്. ബാലറ്റ് പേപ്പറിൽ ക്രമ നമ്പർ, സ്ഥാനാർത്ഥിയുടെ പേര്, വോട്ട് രേഖപ്പെടുത്തുന്ന കോളം എന്നിവ ഉണ്ടായിരിക്കണം. യോഗത്തിൽ പങ്കെടുത്തവർക്ക് ബാലറ്റ് പേപ്പർ വിതരണം ചെയ്തു എന്ന് അയൽക്കൂട്ട തെരഞ്ഞെടുപ്പ് അധ്യക്ഷ ഉറപ്പുവരുത്തണം. വോട്ട് രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് അംഗങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് സഹായ സംവിധാനങ്ങൾ അധ്യക്ഷ ഉറപ്പുവരുത്തേണ്ടതാണ്. ഓരോ അംഗങ്ങളും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്ഥാനാർത്ഥിയുടെ പേരിനു നേരെ ബാലറ്റ് പേപ്പറിൽ എക്സ് എന്ന ചിഹ്നം അടയാളപ്പെടുത്തി അതിനുശേഷം അവർക്ക് നിക്ഷേപിക്കാനുള്ള ഒരു ബോക്സിൽ ബാലറ്റ് പേപ്പർ നിക്ഷേപിക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥാനത്തേക്കുള്ള മുഴുവൻ ബാലറ്റ് പേപ്പറും എത്തിയെന്ന് അധ്യക്ഷ ഉറപ്പുവരുത്തുകയും അതിനുശേഷം ബാലറ്റ് പേപ്പർ ഓരോന്നും എടുത്ത് വോട്ട് എണ്ണി നോക്കുകയും വേണം. രണ്ട് സ്ഥാനാർത്ഥികൾക്കും തുല്യ വോട്ട് ലഭ്യമായാൽ അയൽക്കൂട്ടം തെരഞ്ഞെടുപ്പ് അധ്യക്ഷയ്ക്ക് അവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഒരാളെ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി എട്ടാമത്തെ പ്രവർത്തനം എന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക പൊതുയോഗത്തിൽ നിന്നും നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ക്രമത്തിൽ ചാർട്ട് പേപ്പറിലോ ബോർഡിലോ രേഖപ്പെടുത്തുകയും വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തി ഓരോരുത്തർക്കും ലഭിച്ച വോട്ടിന്റെ എണ്ണം സ്ഥാനാർത്ഥികളുടെ പേരിന് നേരെ രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. ഇതുപ്രകാരം ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച വ്യക്തിയെ തെരഞ്ഞെടുത്തതായി പ്രഖ്യാപിക്കേണ്ടതാണ്. ഒരു സ്ഥാനത്തേക്ക് ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ ഇല്ലെങ്കിൽ ഐക്യകണ്ഠേന തെരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കണം. 2 മുതൽ 5 വരെയുള്ള സ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പും ഇതേ രീതിയിൽ തുടർന്ന് നടത്തണം. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരമുള്ള സംവരണം പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. 9ാമത്തെ പ്രവർത്തനം എന്നത് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ മിനിറ്റ്സ് ബുക്കിൽ യഥാസ്ഥാനത്ത് ഒപ്പിടിയിക്കുകയും അധ്യക്ഷ സ്വയം ഒപ്പിടുകയും ചെയ്യേണ്ടതാണ്. മിനിറ്റ്സ് കൃത്യമായി എഴുതി പൂർത്തീകരിച്ചതായി ഉറപ്പുവരുത്തുകയും അതിലും അധ്യക്ഷയും മിനിറ്റ്സ് എഴുതിയ ആളും ഒപ്പുവെക്കുകയും വേണം. തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടപടി മിനിറ്റ്സ് ചെയ്ത അധ്യക്ഷ ഒപ്പുവെച്ച ശേഷം ADS തെരഞ്ഞെടുപ്പ് അറിയിപ്പ് എന്ന തലവാചകം എഴുതി ചേർക്കണം. നിയുക്ത ഭരണസമിതി അംഗങ്ങൾ പങ്കെടുക്കുവാനുള്ള ADS തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിന്റെ അറിയിപ്പ് രേഖപ്പെടുത്തിയ ശേഷം എല്ലാ നിയുക്ത ഭരണസമിതി അംഗങ്ങളെ കൊണ്ടും ഒപ്പിടിക്കേണ്ടതാണ്. കൂടാതെ നിയുക്ത ഭരണസമിതി അംഗങ്ങളുടെ സത്യപ്രസ്താവനയും ഫോർമാറ്റ് 9 ഒപ്പിട്ട് വാങ്ങണം. അയൽക്കൂട്ട തെരഞ്ഞെടുപ്പ് അധ്യക്ഷ അയൽക്കൂട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ADS റിട്ടേണിംഗ് ഓഫീസർക്ക് കൈമാറേണ്ടതാണ്. നിയുക്ത ഭരണസമിതി അംഗങ്ങളുടെ സത്യപ്രസ്താവനയും ഫോർമാറ്റ് 9 നമുക്ക് എങ്ങനെയെന്ന് പരിശോധിക്കാം. അയൽക്കൂട്ട തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വിവരിക്കുന്ന 2ാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ആദ്യത്തെ വീഡിയോ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ഇനി ഈ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ ഇതാ നൽകുന്നു. ശരിയായ ഉത്തരം കമന്റ് ആയിട്ട് നൽകാം. ശരിയായ ഉത്തരം നൽകുന്ന ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമന്റിന് സമ്മാനമുണ്ട്. അപ്പോൾ ചോദ്യത്തിലേക്ക് കടക്കാം. 1ാമത്തെ ചോദ്യം, അയൽക്കൂട്ടത്തിലെ തെരഞ്ഞെടുപ്പിന്റെ കോറം എത്രയാണ്? 2ാമത്തെ ചോദ്യം, അയൽക്കൂട്ട തെരഞ്ഞെടുപ്പിലെ മിനിറ്റ്സ് എഴുതേണ്ടത് ആരാണ്? അപ്പോൾ ശരിയായ ഉത്തരം വീഡിയോയിൽ കമന്റ് ആയിട്ട് നൽകുക. ഇനി അടുത്ത കുടുംബശ്രീ സ്കൂളിൽ ഏത് വിഷയത്തെ കുറിച്ചാണ് വീഡിയോ ചെയ്യേണ്ടത് എന്നുകൂടെ കമന്റ് ആയിട്ട് നൽകാം. ഞങ്ങൾ അതിന്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് നൽകാവുന്നതാണ്. കൂടാതെ ഉപകാരപ്പെടുന്നവർക്ക്
ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ കുടുംബശ്രീ ഇലക്ഷൻ വീഡിയോ എത്ര പേർക്ക് പ്രയോജനം ലഭിച്ചു എന്ന് കമന്റ് ആയിട്ട് നൽകുമല്ലോ. അപ്പോൾ ഈ 2026 കുടുംബശ്രീ അയൽക്കൂട്ട തെരഞ്ഞെടുപ്പിനും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.